നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ ലിങ്ക് എടുത്ത് വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ വരുന്ന വ്യത്യസ്ത ITIകളിൽ കുട്ടികൾ ചെയ്ത് പഠിക്കാവുന്ന തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വ്യത്യസ്ത കോഴ്സുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണിത്. ഞാൻ സൂചിപ്പിച്ച പോലെ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലാണ് ഈ ITIകളെല്ലാം വരുന്നത്. ITI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, തൊഴിൽ പരിശീലന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു നൈപുണ്യമാണ് നമ്മൾ നേടുന്നത്, തൊഴിലാണ് നേടുന്നത്. നമുക്ക് ഫീമെയിൽ ഓർ മെയിൽ ഇതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഒരേപോലെ ഏജ് ലിമിറ്റ് ഇല്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ഏതൊരു സമയത്തും ഈ പറയുന്ന കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. ITIകളിൽ പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 3 ഗവൺമെൻറ് ITI ആണുള്ളത്. ഒന്ന് കൃഷ്ണമോഹൻ മെമ്മോറിയൽ ഗവൺമെൻറ് ITI കൽപ്പറ്റ, പിന്നെ ഒരെണ്ണം ഗവൺമെൻറ് ITI വെള്ളമുണ്ടയാണ്, പിന്നെ ഒരെണ്ണം ഗവൺമെൻറ് ITI വനിതകൾക്കായിട്ടുള്ള ഗവൺമെൻറ് ITI നെന്മേനിയാണ്. അതിൽ കുട്ടിയിലുള്ള KMM ഗവൺമെൻറ് ITIയിൽ 10ഓളം ട്രേഡുകളാണുള്ളത്. ഇവിടെ എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളുണ്ട്. എഞ്ചിനീയറിംഗ് സെക്ടറുകളിൽ നിന്നും ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഡീസൽ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, പ്ലംബർ മുതലായ ട്രേഡുകൾ അവിടെയുണ്ട്. നോൺ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് COPA എന്ന് പറയുന്ന ഒരു ട്രേഡുണ്ട്. ആ ട്രേഡെല്ലാം 1 വർഷം ദൈർഘ്യമുള്ളതാണ്. പിന്നെ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് സെക്ടറിൽ നിന്നുമുള്ള 4ഓളം കോഴ്സുകളുണ്ട്. അതിൽ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസസ് അസിസ്റ്റന്റ്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ബേക്കർ ആൻഡ് കൺഫെക്ഷൻ, ഇങ്ങനെ 4ഓളം ട്രേഡുകളാണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം നൂതനമായിട്ടുള്ള ഇത്തിരി ജോലി സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ്. ITIകളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ജോലി ലഭ്യമാക്കുന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിച്ചിറങ്ങുന്ന മുഴുവൻ കുട്ടികൾക്ക് നമുക്ക് 100% പ്ലേസ്മെൻറ്റ് നമ്മൾ നൽകി വരുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് വിദേശ രാജ്യങ്ങളിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് സെക്ടറിലുള്ള കോഴ്സുകൾക്കാണെങ്കിൽ ആണെങ്കിലും കമ്പനികളിലും എയർലൈൻസിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നല്ല നിരവധി തൊഴിൽ സാധ്യതകളുണ്ട്. എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിലും അതേപോലെ തന്നെയാണ്. എഞ്ചിനീയറിംഗ് സെക്ടറിൽ നിരവധി കമ്പനികളിൽ ഒത്തിരി തൊഴിലവസരങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ സർക്കാർ ഇത് പൂർണ്ണമായും സൗജന്യമായാണ് ഈ കോഴ്സുകളെല്ലാം പഠിക്കുന്ന ആളുകൾക്ക് നൽകി വരുന്നത്. ഇതേ കോഴ്സുകൾ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് വലിയ തുക ഫീസായിട്ട് നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ITIകളിൽ ഇതോടൊപ്പം കുട്ടികൾക്ക് നൂൺ മീൽ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രോഗ്രാം സർക്കാർ നൽകി വരുന്നുണ്ട്. കൽപ്പറ്റ ITIയിൽ നമുക്ക് ഉച്ചഭക്ഷണ പദ്ധതിയാണുള്ളത്. എല്ലാ ദിവസവും അവർക്ക് സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഉച്ചഭക്ഷണമാണ് നൽകി വരുന്നത്. അതേപോലെ തന്നെ ആഴ്ചയിൽ 5 ദിവസമാണ് ക്ലാസ് ഉള്ളത്. ശനി, ഞായർ ദിവസങ്ങളിൽ അവർക്ക് അവധിയാണ്. എലിജിബിളായിട്ടുള്ള 50% ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും SC/ST വിഭാഗത്തിലെ എല്ലാ കുട്ടികൾക്കും 100% കുട്ടികൾക്കും ക്ലാസ്സിൽ വരുന്ന അറ്റൻഡൻസിൻ്റെ കണക്കനുസരിച്ച് കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ആയി കുട്ടികൾക്ക് തന്നെ തിരികെ നൽകുന്ന ഒരു പദ്ധതിയും ITIകളിലുണ്ട്. എന്തുകൊണ്ടും ITIയിൽ ഒരു തൊഴിൽ നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ITI തന്നെയാണ്. നിങ്ങളുടെ എല്ലാ കോഴ്സുകളും നിങ്ങളുടെ പാഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒരു ആവറേജോ മിഡിൽ ക്ലാസ്സോ അതിന് താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ITIകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പിന്നെ നെന്മേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരു വനിത ITI ആണുള്ളത്. അവിടെ 2 കോഴ്സുകളാണുള്ളത്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും അതേപോലെ തന്നെ ഫാഷൻ ഡിസൈൻ ടെക്നോളജി. ഫാഷൻ ഡിസൈൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ടൈലറിങ്, എംബ്രോയിഡറിങ് പോലെയുള്ള ഇന്നത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള മോഡലിംഗ് സെഗ്മെൻറ്റിലൊക്കെ നിരവധി തൊഴിലവസരങ്ങളുള്ള ഒരു ട്രേഡാണത്. പക്ഷേ അവിടെ വനിതകൾക്ക് മാത്രമായിട്ടാണ് ആ ട്രേഡ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ITIകളിൽ വെള്ളമുണ്ട ITIയിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ പ്ലംബർ ട്രേഡുകളാണുള്ളത്. കൽപ്പറ്റ ITIയിലുമുള്ള മുഴുവൻ ട്രേഡുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള അവസരമുണ്ട്. ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. പ്യൂർലി 10ാം ക്ലാസ്സിൽ ലഭിച്ചിരിക്കുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, മെറിറ്റ് അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ നടക്കുന്നത്. വളരെ സുതാര്യമായിട്ടാണ്. മെയ്, ജൂൺ മാസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. നമ്മുടെ പരിശീലന വർഷം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച് ജൂലൈ മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ്. ITIയിലുള്ള മിക്ക കോഴ്സുകളും 1 വർഷം 2 വർഷം ദൈർഘ്യമുള്ളതാണ്. വയനാട്ടിൽ നമുക്ക് 2 വർഷം ദൈർഘ്യമുള്ള കൽപ്പറ്റ ITIയിലുള്ള 3 കോഴ്സുകളാണുള്ളത്. നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, മെക്കാനിക് ട്രേഡുകളെല്ലാം 1 വർഷം ദൈർഘ്യമുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു ജോലി നേടുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കാതെ, വലിയ തുക ബാധ്യതയാക്കാതെ സൗജന്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ഇവയുടെ മാർക്കും ഫിസിക്സ്, കെമിസ്ട്രിയുടെ ആവറേജ് മാർക്കും പരിഗണിച്ചാണ് അഡ്മിഷൻ നടക്കുന്നത്.